കഴിഞ്ഞ ദിവസം മലയാളം സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ മറ്റ് പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും വൈറലായ ഒരു വീഡിയോയാണ് ഒരു +1കാരൻ സ്കൂൾ പ്രിൻസിപ്പളിനെ ഭീഷണിപ്പെടുത്തുന്ന രംഗങ്ങൾ. കേരളം ഞെട്ടലോടുകൂടിയാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടത് എന്ന് പറയുന്നതിൽ ആർക്കും ഔചിത്യക്കുറവ് തോന്നുകയില്ല. കൃത്യമായി ഞെട്ടിയ ഒരു സംഭവമാണ്. സംഭവത്തെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് പാലക്കാട് കുമരനെല്ലൂരിലുള്ള ഒരു സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഭവമാണ്. ആനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നത് തന്നെ പ്രയാസമാണ്. കിട്ടിയാൽ തന്നെ മികവുറ്റ അധ്യാപകരാണ് ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. സ്കൂളുകളുടെ ചുമതല വഹിക്കുന്ന PTA അവരും കൃത്യമായാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സർക്കാർ സ്കൂളുകളുടെ മികവ് ഇപ്പോഴും നാടെങ്ങും പുകഴ്ത്തപ്പെടുക കൂടി ചെയ്യുന്ന അവസരത്തിലാണ് ഒരു സർക്കാർ സ്കൂളിൽ നിന്ന് ഒരു വിദ്യാർത്ഥി ഒരു അധ്യാപകനെ മുഖത്ത് നോക്കി ഭീഷണിപ്പെടുത്തുന്നത്. നീ പുറത്തേക്ക് വാ, നിന്നെ ഞാൻ കൊല്ലും എന്ന തരത്തിലുള്ള ഭീഷണി സന്ദേശം. കാര്യം എന്താണെന്ന് ആ സ്കൂളിൽ വിളിച്ച് തിരക്കിയപ്പോഴാണ് പറയുന്നത്, സ്കൂളിൽ PTA ഒരു മൊബൈൽ ഫോണുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൊബൈൽ ഫോണുകൾ സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന PTA ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് കർശനമായി നടപ്പിലാക്കുകയും ചെയ്യുന്ന സർക്കാർ സ്കൂളാണ് ആനക്കരയുള്ളത്. അത് വളരെ നല്ല കാര്യമാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. വിദേശ രാജ്യങ്ങളിൽ പലരും 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇൻ്റർനെറ്റ് വരെ വിലക്കിയ കാലഘട്ടമാണിത്. അതായത് വലിയ വികസിത രാജ്യങ്ങളെന്ന് പറയുന്ന രാജ്യങ്ങൾ പോലും മൊബൈൽ ഫോൺ വിലക്കിയിട്ടുണ്ട്. 16 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ അവസരത്തിലാണ് ഈ പറയുന്ന പയ്യൻ +1കാരൻ സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു. ഇത് പ്രിൻസിപ്പളിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രിൻസിപ്പൽ ശ്രീ അനിൽകുമാർ, AK അനിൽകുമാർ ആ മൊബൈൽ ഫോൺ വാങ്ങി അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചു. ഇത് ആണ് ഈ കുട്ടിയെ പ്രകോപിതനാക്കിയത്. കുട്ടി ഓഫീസ് മുറിയിൽ കടന്നു കയറി ഭീഷണിപ്പെടുത്തുകയാണ്. ഈ കാലം എങ്ങോട്ടാണ്? ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകര ഭീഷണി. എന്നിട്ട് ഇത് ദൃശ്യം ചിത്രീകരിക്കാൻ അടുത്ത് നിന്ന എനിക്കുള്ള സഹായിയോ അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫോ അധ്യാപകനോ അധ്യാപികയോ ആയിരിക്കണം ഈ വീഡിയോ പകർത്തുന്നത്. അവരെ കയ്യേറ്റം ചെയ്യാൻ പോകുന്നതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. മൊബൈൽ ഫോൺ സ്കൂളിൽ കൊണ്ടുവന്നത് തെറ്റാണ്. PTA അത് നടപടി എടുക്കും എന്ന് ഉറപ്പുള്ള സമയത്ത് മൊബൈൽ ഫോൺ ക്ലാസ് മുറിയിൽ കൊണ്ടുപോയത് തെറ്റാണ്. അത് കണ്ട് അധ്യാപകൻ അത് വാങ്ങി വയ്ക്കുന്നു. PTA തീരുമാനം അനുസരിച്ച് മൊബൈൽ ഫോൺ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ രക്ഷിതാക്കളെ വിളിച്ചു കൊണ്ടുവരണം. രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ തിരികെ ഏൽപ്പിക്കും. അല്ലാതെ അത് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് കുട്ടിക്ക് കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന സ്കൂളല്ല ഈ ആനക്കരയുള്ളത്. ഈ വിദ്യാർത്ഥിയുടെ ഭീഷണി ഇങ്ങനെ നീ ഇവിടെ ആളായിരിക്കും, അതായത് ഈ മുറിയിലിരിക്കുമ്പോൾ നീ വലിയ ആളായിരിക്കും, നിന്നെ പുറത്ത് കിട്ടിയാൽ തീർത്ത് കളയും, അതാണ് ഭീഷണി. ആലോചിച്ച് നോക്കുക, ഒരു +1കാരൻ്റെ ഭീഷണി. നമ്മുടെ സമൂഹം മാറുന്നതിൻ്റെ തെളിവ് കൂടിയാണ്. നമ്മുടെ സിനിമകൾ മാറുന്നു. സിനിമ ഇപ്പോൾ മാർക്കോയൊക്കെ കണ്ടല്ലോ. ഇന്ത്യയിൽ തന്നെ ഇത്രയധികം വയലൻസ് ഉള്ള സിനിമ ഇറങ്ങിയിട്ടില്ല എന്നാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ. മലയാളത്തിൽ ഇന്നേ വരെ ഇത്തരം വയലൻസുകൾ ആരും കണ്ടിട്ടില്ല, വയലൻസ് സീൻ കണ്ടിട്ടില്ല എന്നാണ് പൊതുവേ ഉള്ള സിനിമ നിരൂപണം. ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അതാണ് പെട്ടെന്നുള്ള ഈ രോഷപ്രകടനം, ഭീഷണി, അല്ലെങ്കിൽ കയ്യേറ്റം, റാഗിങ് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം മറ്റൊരു സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് വിവസ്ത്രനാക്കി ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്, റാഗ് ചെയ്തത് സർക്കാർ സ്കൂളിലാണ്. അതുപോലെ ഇങ്ങനെ സ്കൂളുകളിൽ കുട്ടികൾ വയലൻസിലേക്ക് പോകുന്നതിൻ്റെ പിന്നിൽ പ്രധാനപ്പെട്ട ഒരു കാരണം സിനിമ തന്നെയാണ്. സിനിമയിൽ വരുന്ന ക്രൈം സീനുകളൊക്കെ ഭയങ്കര വയലൻസ് കുത്തിനിറച്ച് വരുമ്പോൾ ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് യുഗത്തിൽ, AI യുഗത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ മൊബൈൽ ഫോണിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതും ഈ മലയാള സിനിമയുടെ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകളുടെയൊക്കെ പോക്ക് എല്ലാം അക്രമത്തിലേക്കാണ് പോകുന്നത്. അക്രമത്തിന് ഹൈലൈറ്റ് കൊടുത്തുകൊണ്ടുള്ള കഥാതന്തുക്കളാണ് വിജയിക്കുന്നത്. വിജയമന്ത്രം അതാണ് എന്ന് വെച്ചിട്ട്, വെള്ളിത്തിരയിലെ വിജയമന്ത്രം അതാണ് എന്ന് ഉറപ്പിച്ച് വയലൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഈ വയലൻസ് കുട്ടികളെ, കൗമാരക്കാരെ വല്ലാതെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അതിൻ്റെയൊക്കെ ഉദാഹരണമാണ് ഈ സ്കൂളുകളിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ. സ്കൂളുകളിൽ മാത്രമല്ല, കോളേജുകളും തീരെ മോശമല്ല. കോളേജുകളിലും SFIക്കാർ സംഘം ചേർന്ന് ഒരു ഭിന്നശേഷിക്കാരനായ യുവാവിനെ മർദ്ദിച്ച കാര്യം നമ്മൾ വായിച്ചു. കഴിഞ്ഞ ദിവസം വേറൊരു കോളേജിൽ SFIക്കാർ തമ്മിലടിച്ച വാർത്ത. വയലൻസിൻ്റെ അങ്ങേയറ്റം പോകുന്നു. അത് സിനിമകൾ അതിനൊരു ഘടകമാണ്, കാരണമാണ് എന്ന് പറയാതിരിക്കുന്നതിൽ തരമില്ല. ഈ സംഭവത്തിൽ പാലക്കാട് ആനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രധാന അധ്യാപകനെ, പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ PTA തൃത്താല പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ.